മണ്ഡലത്തിൽ. നമുക്ക് കോട്ടയത്തേക്കൊന്ന് പോയി വരാം. കോട്ടയത്തും ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, കോട്ടയത്തും കനത്ത ഫൈറ്റ് നടക്കുന്ന ഒരു പക്ഷേ ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതിയുള്ള മത്സരം നടക്കുന്ന പാലായിലടക്കം ഇപ്പോഴത്തെ പോളിംഗ് പെർസെന്റേജ് എങ്ങനെയാണ്? ജില്ലയിലാകെ എത്ര വലിയൊരു പോരാട്ടം ഈ സമയം നടക്കും? സൈഫുദ്ദീൻ, ശക്തമായ പോളിംഗ് ആണ് കോട്ടയം ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിൽ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. കനത്ത ചൂടും അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വോട്ടർമാർ ഇപ്പോൾ ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കുറഞ്ഞു നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിലെ 149, 148 ബൂത്തുകളിലാണ്. ഉച്ചവരെ ഇവിടെ നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. എന്നാലും ഇപ്പോൾ ജില്ലയിലെ ആകെയുള്ള പോളിംഗ് ശതമാനം 49% പിന്നിട്ടിട്ടുണ്ട്. പാലാ മണ്ഡലത്തിൽ 48%, കടുത്തുരുത്തിയിൽ 46% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈക്കം 51%, ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന വൈക്കത്താണ്. കോട്ടയത്തും 50% പോളിംഗ് പിന്നിട്ടിട്ടുണ്ട്, 50.67%. പുതുപ്പള്ളിയിൽ 48%, ചങ്ങനാശ്ശേരിയിൽ 49%, കാഞ്ഞിരപ്പള്ളിയിൽ 48.99% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുതിർന്ന ആൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തുണ്ട്, തിരക്കിപ്പോൾ കുറവാണോ? എങ്ങനെയുണ്ട് വോട്ട് ചെയ്യാൻ? എളുപ്പത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലേ? പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു. രാവിലെയൊക്കെ വലിയ തിരക്കുണ്ട്. രാവിലെ ഞാൻ വന്നില്ല, തിരക്കുണ്ടായിരിക്കണം. അവിടെ ഇപ്പൊ വന്ന് ഈ സമയം എടുത്തതല്ലേ? എന്തായാലും ഈ ഉച്ച കഴിഞ്ഞ് പൊതുവെ തിരക്ക് കുറവാണെന്ന് കണക്കാക്കിയാണ് മുതിർന്ന ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ ഈ സമയത്ത് ഇവിടേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ നാമമാത്രമായ ആളുകൾ മാത്രമാണ് ക്യൂവിലുള്ളത് രാവിലെ മുതൽ. പക്ഷേ പലയിടത്തും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മലയോര മേഖലയിലടക്കം വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി വലിയ രീതിയിൽ ആളുകൾ കൂടുതൽ കൂട്ടമായി എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം പോളിംഗ് ഉദ്യോഗസ്ഥരുമൊക്കെ അറിയിക്കുന്നത്. എന്തായാലും ശക്തമായ പോളിംഗ് ആണ് ജില്ലയിൽ ആകെ രേഖപ്പെടുത്തുന്നത്. ത്രികോണ മത്സരം പലയിടത്തുമുണ്ട്. പലയിടത്തും അട്ടിമറി സാധ്യതയും അടക്കം നിലനിൽക്കുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. കേരള കോൺഗ്രസുകളുടെ തട്ടകം എന്ന നിലയിൽ ആ നിലയ്ക്ക് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വേദിയായിട്ടുള്ള ഇടമാണ് കോട്ടയം എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായി കാണേണ്ടതാണ്. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മന്ത്രി VN വാസവൻ പാമ്പാടി MGM LP സ്കൂളിലെത്തി രാവിലെ വോട്ട് രേഖപ്പെടുത്തി. അതോടൊപ്പം ചാണ്ടി ഉമ്മൻ MLA ആണ് വ്യത്യസ്തമായ ഒരു രീതിയിൽ വോട്ട് രേഖപ്പെടുത്തിയ രാവിലെ കുടുംബമായി എത്തിയ അദ്ദേഹം ജോർജിയൻ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായാണ് തന്റെ കറുത്ത വസ്ത്രമെന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ട്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ട്രെൻഡൊന്നും ഇല്ല എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവ മാത്യു ശ്രീധൻ കാതോലിക്ക ബാവ മുട്ടമ്പലം പബ്ലിക് ലൈബ്രറി ഹാളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം വ്യത്യസ്തമായ ഒരു കമന്റ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പങ്കുവെക്കുകയും ചെയ്തു. അതേറെ ശ്രദ്ധേയമായിരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം രാജാക്കന്മാരാണ്, സ്ഥാനാർത്ഥികളൊക്കെ അടിമകളാണ്, വിവേകപൂർവ്വം ബുദ്ധിപൂർവ്വം നമ്മൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. FCR അടക്കമുള്ള വിഷയങ്ങളിലുള്ള ആശങ്ക നേരത്തെ സഭകളൊക്കെ രേഖപ്പെടുത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി ഇന്ന് രാവിലെ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് KM മാണിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇന്ന് KM മാണിയുടെ 7ാം ചരമ വാർഷിക ദിനമാണ്. ആ നിലയ്ക്ക് അദ്ദേഹം അങ്ങനെ ഒരു വൈകാരികമായ ഇടപെടൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കുടുംബമായി വോട്ട് ചെയ്തത്. മാണി സി കാപ്പൻ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. UDF മന്ത്രിസഭ വരികയാണെങ്കിൽ ഉറപ്പായും താൻ മന്ത്രിയാകുമെന്നുള്ള കാര്യമാണ് മാണി സി കാപ്പൻ പങ്കുവച്ചത്. എന്തായാലും ഇപ്പോഴും ജില്ലയിൽ ശക്തമായ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അല്പം മന്ദഗതിയിൽ പലയിടത്തും അല്ലെങ്കിൽ ആളുകളുടെ തിരക്ക് കുറവ് ഉണ്ടെങ്കിൽ കൂടിയും മറ്റിടങ്ങളിൽ ഞാൻ നിൽക്കുന്ന അല്ലാത്ത ബൂത്തുകളിലൊക്കെയും ആളുകൾ വലിയ രീതിയിൽ എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വൈകുന്നേരത്തോടു കൂടി ആളുകളുടെ പോളിംഗ് ശതമാനം കോട്ടയത്തും ഒരു കുറവുമില്ല. പ്രത്യേകിച്ചും പാലയിലൊക്കെ നല്ല പോളിംഗ് നടക്കുന്നു എന്നാണ് ജോസി ബാബു റിപ്പോർട്ട് ചെയ്തത്. സമയം 2:30 പിന്നിടുകയാണ്. ഇനി 3.5 മണിക്കൂർ കൂടി മാത്രമേ വോട്ടർമാർക്ക് മുന്നിൽ ബാക്കിയുള്ളൂ. ഇപ്പോൾ പോളിംഗ് ഒരല്പം മന്ദഗതിയിലാണ്, അത് പ്രതീക്ഷിതമാണ്. ഇനി 4 മണിക്ക് ശേഷം സ്വാഭാവികമായും വലിയ ക്യൂ കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ.